എത്തിഹാദ് ഡയറക്റ്റ് ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ്. ഒരു 8 hours നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് അബുദാബി എയർപോർട്ട് കാണിച്ചു തരാം, ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാനാണ് വിചാരിച്ചത്. ഇവിടുത്തെ ഷോപ്പൊക്കെ വരുന്നത് താഴെയാട്ടോ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. ഇത് കണ്ടോ, എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ എയർപോർട്ട്. ചെറിയ എയർപോർട്ടാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ക്യാമലിൻ്റെ ടാച്ചു ഒക്കെ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഡ്യൂട്ടി ഫ്രീ ആട്ടോ. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും. ഡേറ്റ്സും ആൽമണ്ട്സും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ആട്ടോ ഇതെല്ലാം കാണുന്നത്. രണ്ടാമത്തെ സെഷനാണ് ലിക്കർ. ഇവിടെ വെറൈറ്റി ലിക്കേഴ്സ് ഉണ്ട്. കോഴീൻ്റെ പിക്ചറുള്ള ലിക്കറൊക്കെ ഉണ്ട്. ഞാൻ വിഷ്ണുവിന് കാണിച്ചു കൊടുക്കാം. ഈ ലിക്കറിൻ്റെ പേര് ഫേമസ് ഗൂസ് എന്നാണ്. കോഴീൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുള്ള ലിക്കറിൻ്റെ പേര്. അങ്ങനെ വെറൈറ്റി ലിക്കേഴ്സ് ഉണ്ട്. ഇവിടുത്തെ കുപ്പികളെ കളക്ഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ തല കറങ്ങിപ്പോയി. അത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കള്ളു കുടിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ആകും ഇവിടെ എന്തെടുക്കണം. ഇതെല്ലാം പ്രീമിയം ലിക്കേഴ്സാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ വില. ഞങ്ങളിങ്ങനെ പറയാണ് എന്തൊരു വിലയോ ഒരു ലിക്കറിന് എന്നൊക്കെ. അത് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ പ്രൈസ് കാണിച്ചു കൊടുക്കുകയാണ്. 30,000 മറ്റേ ഉണ്ട് ലിക്കറിൻ്റെ വില. അടുത്ത സെഷനാണ് ടൊബാക്കോ സെഷൻ. ഈ ടൊബാക്കോ സെഷൻ കണ്ടിട്ട് ഞാൻ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ഇതെന്താ ഇല പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടെ കഞ്ചാവൊക്കെ ലീഗലാണോ എന്നൊക്കെ. അപ്പോൾ അവൻ പറയാം ഇത് കഞ്ചാവ് ഒന്നുമല്ല, ടൊബാക്കോയാണ്, ലീഫ് സൈസ് വരുന്ന ടൊബാക്കോയാണ്. അറബിക് സ്വീറ്റ് സെഷൻസ് ആണ് ഇതെല്ലാം. ഇവിടെ കുറേ ബക്ലവ, കുനാഫ ടൈപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അടുത്ത ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണിത്. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അബുദാബീൻ്റെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും എല്ലാം കാണാം. പിന്നെ ഇതെന്തോ സ്റ്റോണാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വരുന്നത് മുകളിലാണ്. സീലിങ്സ് ഒക്കെ ഞാൻ കാണുകയാണ്. സീലിങ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ഇവിടുത്തെ. ഇവിടെ ഇങ്ങനെ ഞാൻ ചുറ്റി എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പച്ചപ്പ് അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗാർഡനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും പച്ച കളറായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കുന്നു, പക്ഷേ ഇതൊന്നും പ്ലാസ്റ്റിക് അല്ലായിരുന്നു. ഇതൊക്കെ ഒറിജിനലാണ്. നല്ലതായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഞാനിങ്ങനെ ഓരോ ചെടികളും പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഞങ്ങൾ പോകുന്ന ഷോപ്പ് കുറേ മിനിയേച്ചറൊക്കെ കിട്ടുന്ന ഐറ്റംസ് ഉള്ള സ്ഥലത്താണ്. ഇവിടെ കണ്ടോ ഗാവ സെറ്റ് തന്നെ പല ഐറ്റംസ് ഉണ്ട്. വലുതുണ്ട്, ചെറുതുണ്ട്. കളർ തന്നെ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. പിന്നെ മൂങ്ങകൾ കണ്ടോ, മൂങ്ങകൾ കുറേ കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ക്യാമലിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ടയേർഡായിട്ട് ഇവിടെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വേസ്റ്റ് ബിൻ കണ്ടത്. ഇവിടെ വേസ്റ്റ് ബിന്നിൽ സെപ്പറേറ്റ് ആണ്. അടുത്തതായി ഞാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. എന്നോട് വിഷ്ണു പുറകുന്ന് പറയുന്നുണ്ട് ആ ഷോപ്പിൽ കയറട്ടെ, ഈ ഷോപ്പിൽ നമുക്ക് പറ്റിയ സാധനമൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു മനസ്സുഖം. അന്നേരം ഞാൻ ഫസ്റ്റ് അടിച്ച് നോക്കിയത് ഒരു പെർഫ്യൂമാണ്. അതിന് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ആ പെർഫ്യൂം എനിക്കിഷ്ടപ്പെട്ടു. എന്നിട്ട് അവൻ പറഞ്ഞു അതവിടെ വെച്ചോന്ന്. അടുത്ത പെർഫ്യൂം ഞാൻ കണ്ടു, ഒരു ഓറഞ്ച് കളറുള്ള. ഇതും നല്ല മണമായിരുന്നു. ഇങ്ങനെ എല്ലാം നോക്കി നടന്നോ, ഒന്നും വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു. പിന്നെ പെർഫ്യൂം അവന് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ എന്താക്കി, അവിടെ നിന്ന് 2 പെർഫ്യൂം വാങ്ങിച്ചിട്ട് പിന്നെ ബാത്ത് ആൻഡ് ബോഡി ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് അവിടുന്നും ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ്. എനിക്ക് വിശന്നു. അപ്പം ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടു. വിഷ്ണു നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻസ്ട്രുമെൻറ്റ്. അങ്ങനെ വിഷ്ണു ഡ്രംസ് വായിച്ചു, ഞാൻ കീബോർഡ് വായിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ടു കേട്ടോ അവിടുന്ന്. കുറേ നെയിൽ പോളിഷ് വെച്ച് അലങ്കരിച്ചുള്ള വോള് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കറങ്ങി നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളങ്ങനെ പോവാട്ടോ. ദുബായിൻ്റെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ദോഹയിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് റിലാക്സായി പോവുക. അപ്പം ദോഹ വെച്ച് കാണാം.